ടെക്നോളജീസ് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം പഠനവിധേയമാക്കി. ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞു. ആ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉന്നതി, അത് എത്ര ഉയരത്തിൽ കിടക്കുന്നു, റിലീഫ്, സ്ലോപ്പ്, സോയില്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അണ്ടർലൈൻ ലിത്തോളജി, അടിസ്ഥാന പാറയുടെ സ്വഭാവം, ഇതെല്ലാം ഉണ്ട്. അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ഘടകം അവിടെ ഉള്ള എന്താ പറയുക, അവിടെ പെയ്യുന്ന മഴയുടെ ശക്തി. ഇന്ന് മുഴുവൻ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോളിനെ കുറിച്ചാണ്. അപ്പോൾ അത് തീരുമാനിക്കുന്നത് 3-4 ഘടകങ്ങൾ വെച്ചിട്ടാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അത് കൂടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നതാണ് അവിടെ നിലനിൽക്കുന്ന സസ്യാവരണം, ലാൻഡ് കവർ. അവിടെയാണ് നമ്മൾ ഇപ്പോൾ കൂടുതൽ സംസാരിക്കാൻ പോകുന്ന ലാൻഡ് യൂസ്, ലാൻഡ് കവർ ചേഞ്ച്. എങ്ങനെയാണ് ഓരോ മൈക്രോ കാച്ച്മെൻറ്റ്സിലും ഓരോ മൈക്രോ വാട്ടർ ഷെഡിലും തദ്വാര നമ്മളുടെ പുഴയുടെയും നീരൊഴുക്കിന് ജീവനെയും അവിടെയുള്ള ഉപരിതല ജലസ്രോതസ്സുകളുടെയും ജല ലഭ്യതയെ അനുകൂലമായോ പ്രതികൂലമായോ ബാധിച്ചത് എന്ന് നമ്മൾ നോക്കാൻ പോകും. ഇനി ഒരു ഘടകം അവിടെ ബാക്കി നിൽക്കുന്നു. അതാണ് നമ്മൾ മനുഷ്യരവിടെ വരുത്തി വെച്ച, സ്വാഭാവികമായിട്ട് അതിൻ്റെ ഭൂപ്രകൃതിക്ക് വരുത്തി വെച്ച, അത് കുന്നിടിക്കലാവാം, മലയിടിക്കലാവാം, അതല്ലെങ്കിൽ അങ്ങനെ ആൾട്ടർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഡിസ്മാൻഡിലിംഗ് ഓഫ് സ്ട്രീംസ്, അല്ലേ, എൻക്രോച്ച്മെന്റ്, ഇത്തരത്തിൽ വരുമ്പം ആ സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന പ്രകൃതിയാലുള്ള ജലപോഷണം നടക്കാനുള്ള അവസ്ഥകളെ മുഴുവൻ തകിടം മറിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ. ഇത് നമ്മൾ ഓരോ ചെറു നീർത്തടത്തിലും അത്തരത്തിൽ വളരെ വിശദമായി കഡസ്ട്രൽ സ്കെയിലിൽ നമ്മൾ കടന്നു ചെല്ലാൻ പറ്റാത്ത ഭാഗത്ത് GIS സാറ്റലൈറ്റ് ഇമേജറി, GPS ഒക്കെ ഉപയോഗിച്ചുകൊണ്ടും അല്ലാത്ത ഫോറസ്റ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ സഹായത്തോടു കൂടിയും അല്ലാത്ത സ്ഥലത്തും അവിടുത്തെ കർഷകരും ജനപ്രതിനിധികളുടെ സഹായത്തോടു കൂടിയും സർവേ ചെയ്തുമാണ് ഈ ഡേറ്റ മുഴുവൻ കളക്ട് ചെയ്ത് 5 വർഷക്കാലം കൊണ്ട് ഓരോ പ്രദേശത്തും ഇതാകും. പട്ടിച്ചിറയുന്ന നമ്മുടെ ആറുമുഖൻ ചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ തുണ്ടയുടെ കാച്ച്മെൻറ്റിൽ, കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ കാച്ച്മെൻറ്റിൽ നമ്മുടെ ടോണിച്ചാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇവരൊക്കെ ഞങ്ങൾക്ക് ഓരോ പ്രദേശത്തും ചെല്ലുമ്പോൾ ആ പ്രദേശത്തിൻ്റെ നിലവിലുള്ള അവസ്ഥ, സിറ്റുവേഷൻ പഠനവിധേയമാക്കാൻ സഹായിച്ച വ്യക്തികളാണ്. അപ്പോൾ അത്തരത്തിൽ പഠനവിധേയമാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾക്ക് മനസ്സിലായി ഓരോ പ്രദേശവും വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. അതനുസരിച്ചാണ് ഭൂപ്രകൃതിയിൽ നമ്മൾ വരുത്തിയ മാറ്റങ്ങളുടെ ഇൻറ്റൻസിറ്റി അനുസരിച്ച്, ലാൻഡ് യൂസ് ലാൻഡ് കവർ ചേഞ്ച് അനുസരിച്ച് മാറ്റങ്ങളുണ്ട്. അതനുസരിച്ച് അവിടെയുള്ള നീരൊഴുക്കിനെ അത് ബാധിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി എന്തിനാണ് ഇത് ഇങ്ങനെയൊക്കെ പഠനവിധേയമാക്കിയത്? അതുവഴി നമ്മൾ നിർണായകമായി നീരൊഴുക്കിനെ സ്വാധീനിക്കുന്ന ക്രിട്ടിക്കൽ കാച്ച്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനും അതുവഴി അവിടെ വ്യത്യസ്ത സ്വഭാവത്തിലുള്ളതാണെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ എന്ത് സ്ട്രാറ്റജി സ്വീകരിക്കണം, ആ സ്ട്രാറ്റജിക്കകത്ത് നിന്നുകൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെ. ചില സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങളേ ഇല്ല, അവിടെ ജസ്റ്റ് കൺസർവ് സാർ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ റീജനറേഷൻ എലോൺ. ഇതൊന്നുമല്ല, നമ്മൾ വരുത്തിയ വിനാശം മൂലം സ്വാഭാവികമായി അനുകൂലമായിരുന്നെങ്കിൽ അത് മുഴുവൻ പാടെ തകർന്നു. ഫർദർ എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാതിരിക്കാൻ, ഡിഗ്രഡേഷൻ ഇല്ലാതിരിക്കാൻ പോളിസി, റെഗുലേഷൻസ്, അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് അത് മാത്രമേ അവിടെ ചെയ്യാനുള്ളൂ. അത് അമിത പമ്പിങ് ആയിക്കൊള്ളട്ടെ, കോറിങ് ആയിക്കൊള്ളട്ടെ, വാട്ടർ സോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഗായത്രി എന്ന് പറയുന്ന നമ്മളുടെ സദേൺ ഫ്ലാങ്കിൽ കിടക്കുന്ന നെല്ലിയാമ്പതി മലനിരകളുടെ കൃഷി പ്രദേശം ഉൾക്കൊള്ളുന്ന ഈ 7ാം നിരത്തോടായിട്ട് 7th ഓർഡർ ബേസിനായിട്ട് നിലകൊള്ളുന്ന ഗായത്രി എന്ന സബ് ബേസിനെയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞു, ഗായത്രി നദിയിൽ ഭീകര ചുള്ളിയാറിൽ നിന്ന് ഒഴുകി മുന്നോട്ട് വരുമ്പോൾ അതിൽ ഇപ്പുറത്ത് ഇക്ഷുമതിയുണ്ട്, അപ്പുറത്ത് നമ്മുടെ മുതലമട പട്ടഞ്ചേരിയൊക്കെ ഉൾപ്പെടുന്ന ആ ഭാഗത്തു നിന്നുള്ള പ്രദേശങ്ങളുണ്ട്. തുടർന്ന് അത് ഒഴുകി മുന്നോട്ട് വരുമ്പോൾ ഇപ്പുറത്ത് നിന്ന് 6ാം നിരയായിട്ടാണ് അത് ഒഴുകി വരുന്നത്. അതാണ് ഏറ്റവും രസം. അങ്ങനെ വരുമ്പോൾ മംഗലംപുഴയുടെ കൃഷി പ്രദേശത്ത് 2 ഡാമുകളുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, മംഗലം, അതേപോലെ പോത്തുണ്ടി. ഇത് അയലൂർപ്പുഴയായിട്ട് പട്ടാഴിപ്പുഴയായിട്ട് ഒഴുകുന്നു. ഇത് മംഗലപ്പുഴയായിട്ട് ഒഴുകി 7ാം നിരയായിട്ട് ഒഴുകി 6ാം നിര ഗായത്രി ചേർന്ന് അവസാന ഭാഗത്തിൽ തൃശ്ശൂർ ജില്ലയിലേക്ക് ചെല്ലുന്നു. ഓക്കെ, അപ്പം
ഇത്തരത്തിൽ ഉള്ള മൈക്രോ കാച്ച്മെന്റ്സ് ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ആ മംഗലം ബേസിനെ മാത്രം അടർത്തി എടുത്തിരിക്കുകയാണ് കേട്ടോ. അടർത്തി എടുത്തിരിക്കുക, ഒരു കേസ് സ്റ്റഡി ആയിട്ട് ഇവിടെ അവതരിപ്പിക്കുക. ആ മംഗലത്തിനെ അടർത്തി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മംഗലം ഡാമിലേക്ക് നേരിട്ട് പ്രദാനം ചെയ്യുന്ന 4 മൈക്രോ വാട്ടർ ഷെഡുകൾ ഇവിടെ കാണാം. പോത്തുണ്ടി ഡാമിലേക്കുള്ള 4 ഉണ്ട്. അത് കഴിഞ്ഞ് അത് അയ്യൂർ കൂടെയായിട്ട് ഒഴുകുമ്പോൾ അതിലേക്ക് നേരിടുന്ന 3 മൈക്രോ വാട്ടർ ഷെഡുകൾ. അതേപോലെ ഇവിടെ മംഗലം ഡാമിന് ശേഷം ഒഴുകുമ്പോൾ അപ്പർ റീച്ച് ട്രിബ്യൂട്ടറി, പിന്നെ മംഗലം മണ്ണാടിപ്പുഴ ചേർന്ന ശേഷം അതിങ്ങനെ പുഴയുടെ തീരത്ത് കിടക്കുന്ന ഇത് ഞാൻ പറയുന്നത് പശ്ചിമഘട്ട മലനിരയുടെ 1000 മീറ്റർ മുകളിൽ ഡാമിന് മുകളിലുള്ള നീർത്തടങ്ങളും കാച്ച്മെന്റ് ഏരിയയും നിലകൊള്ളുമ്പോൾ, വെസ്റ്റേഘാട്ടിന്റെ ഭാഗമായിട്ട് ഫോറസ്റ്റ് പ്രധാന ലാൻഡ് കവറായി നിലകൊള്ളുമ്പോൾ, ബാക്കി പുഴയുടെ തീരത്ത് കിടക്കുന്ന പ്രദേശത്ത് നേരിടുന്ന പ്രശ്നങ്ങളും ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളും എല്ലാം വേറെ. അപ്പൊ അങ്ങനെ അത് ഏറ്റവും താഴെ ലോവർ റീച്ച് ആയിട്ട് പോകുന്നു. അത് ഏതൊക്കെ പഞ്ചായത്തുകളിലാണെന്നുള്ളത് പ്രധാനമായിട്ടും ആലത്തൂർ, നെന്മാറ ബ്ലോക്കുകളിലും ഉൾപ്പെടുന്ന പഞ്ചായത്തുകളാണ്. അതിൽ ഡാം, അപ്പർ റീച്ച് ഒക്കെ കിഴക്കിടിയിൽ പഞ്ചായത്താണ് ഫുള്ള്. പിന്നെ തുടർന്ന് വണ്ടാഴിയുടെ കശ്മീർ വണ്ടാഴി, അതുപോലെ അയ്യൂർ, നെന്മാറ ചേർന്ന് നടക്കുന്നതാണ് അയ്യൂർ പുഴയുടെ വരുന്നത്. ലോവർ റീച്ചിൽ വരുമ്പോൾ വടക്കഞ്ചേരി, കണ്ണമ്പ്ര, കോഴിക്കോട് അതങ്ങനെ. ഓക്കെ, ഓരോ കളറും ഓരോ മൈക്രോ വാട്ടർ ഷെഡാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു പ്രയോറിറ്റൈസ് ചെയ്തു എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞു. അപ്പൊ നാം നേരത്തെ വീണ്ടും ആദ്യം പറഞ്ഞതിലേക്ക് വരാം. പ്രകൃത്യാൽ മഴ പെയ്താൽ അവിടെ പിടിച്ചു വെച്ച് കൂടുതൽ കാലം കൊണ്ട് നിലനിർത്തി പീക്ക് ഫ്ലോ എത്താൻ കൂടുതൽ സമയവും സസ്റ്റെയിൻഡ് ഫ്ലോ നിലനിർത്താനും, മഴയെല്ലാം പെയ്തൊഴിഞ്ഞ ശേഷം കുറേശ്ശെ തിരിഞ്ഞിറങ്ങി ആഴത്തിലേക്ക് ഉറവയായി, ചാലായി, തോടായി പോകാനായിട്ട് അനുകൂലമായി പ്രകൃതി വെച്ചിട്ടുള്ള പ്രകൃത്യാൽ സവിശേഷതകളല്ല. അതെന്തൊക്കെയാണ്? റിലീഫ്, സ്ലോപ്പ്, സോയിൽ, ഇതൊക്കെ അനുസരിച്ച് ഉള്ളതുണ്ട്. അത് പരിഗണിച്ചു. 2, നമ്മൾ അവിടെ ഉണ്ടാക്കിയ 13 ഘടകങ്ങളാണ് ഞങ്ങൾ. അത് എൻക്രോച്ച്മെന്റ് ആയിരിക്കാം, ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറസ്റ്റ് ആയിരിക്കാം, കാട്ടുതീ ഉൾപ്പെടെയുള്ളതായിരിക്കാം, പ്ലാന്റേഷൻ വൽക്കരണമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മംഗലത്തിന്റെ കാശ്മീരിൽ കണ്ടത്. റബ്ബർ തോട്ടം എന്തിനു പറയുന്നു? മംഗലം ഡാമിന് തൊട്ട് മുകളിൽ വരെ മുഴുവൻ തേക്കും തോട്ടങ്ങളാണ്. ഇനി അതേപോലെ തന്നെ കൃത്യം ബ്രിഡ്ജിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് കാറിയും അതിന്റെ ഭാഗമായിട്ട് 2018 ഞങ്ങൾ ലാൻഡ്സ്ലൈഡ് പ്രോൺ ഏരിയ പറഞ്ഞിടത്ത് തന്നെ അവിടെ സംഭവിച്ചു. അതുപോലെ ഫ്ലഡ് പ്രോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ സംഭവിച്ചു. ഈ ഫ്ലഡ് പ്രോണിൽ നമ്മൾ ഉണ്ടാക്കിയതല്ല, മറിച്ച് പ്രകൃത്യാൽ അനുകൂലമായിട്ടുള്ള സ്ഥലത്ത് പോലും മനുഷ്യനുണ്ടാക്കിയ ഈ പ്രവൃത്തികൾ മൂലം ഈ സംഗതികളൊക്കെ അവിടെ നടന്ന് അതുമൂലം ഉണ്ടായ വൻ നാശങ്ങളും വെള്ളം പെട്ടെന്നൊഴുകി നേരത്തെ പറഞ്ഞിട്ടുള്ളതിലേക്ക് പ്രതിഭാസമൊക്കെ ഉണ്ട്. സോ ഇനി ഇതിന്റെ റിലീഫ് ഒന്ന് നോക്കൂ. കണ്ടോ, 1000 മീറ്റർ ഉന്നതിയിലുള്ള നേരത്തെ ഡം മോഡൽ മാഡം പറഞ്ഞു. ഡം മോഡൽ ഞങ്ങൾ കൊണ്ടും ഷീറ്റ് ഉപയോഗിച്ച് റിലീഫ് 1000 മീറ്റർ മുകളിലാണ് ഈ പശ്ചിമഘട്ട മലനിരയുടെ ഇത്രയും പ്രദേശങ്ങൾ ഗാഡ്സിന്റെ ഭാഗമായിട്ട് ഫോറസ്റ്റ് കവറുള്ള യഥാർത്ഥ ഫോറസ്റ്റ് അതിൽ വളരെ കുറച്ചേ ഉള്ളൂ. വളരെയധികം പ്ലാന്റേഷൻ വൽക്കരിക്കപ്പെട്ട് പോയി. അത് ബോക്സർ എസ്റ്റേറ്റും മറ്റേ എസ്റ്റേറ്റും എല്ലാം ഉണ്ട്. അപ്പൊ ഇതുപോലെ 1000 മീറ്റർ എത്തുന്നതാണ്. ഡാം നിൽക്കുന്നത് എത്ര മീറ്ററിലാണ്? 100 മീറ്റർ. ഒരൊറ്റ ചാട്ടാണ്. അപ്പൊ സ്റ്റീപ്പ് സ്ലോപ്പാണ്. ഞാൻ ഇതെന്തിനാ പറയുന്നത് വെച്ചാല് ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾക്ക് ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് കൺസേർവ്. അപ്പൊ അതേസമയം ആ മഞ്ഞ നിറത്തിൽ കിടക്കുന്ന ഭാഗങ്ങള് 60 to 80 മീറ്റർ മഞ്ഞ നിറത്തിൽ കിടക്കുന്നത് നമ്മുടെ വാലി പോർഷൻ, താഴ്വരകള്, നെൽവയലുകള്, കാടിന്റെ തുടർച്ച നഷ്ടപ്പെട്ടതുകൊണ്ടും കാടിന്റെ സ്വഭാവം മാറിയതുകൊണ്ടും വയലേലുകളുടെ തുടർച്ച നഷ്ടപ്പെട്ടതുകൊണ്ടും ശൃംഖല മുറിഞ്ഞതുകൊണ്ടും നമുക്ക് സദാനീരതയുള്ള ചാലുകളില്ലാതായി, കുളങ്ങൾ പറ്റുന്നു, നമുക്ക് പുഴ ഇല്ലാതാവും. മനസ്സിലായല്ലോ? മറ്റ് പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കിയത് വേറെ. ഈ ലാൻഡ് യൂസ് ലാൻഡ് കവർ ചേഞ്ച് എത്രത്തോളം ഓരോ ചെറുനീർത്തടത്തിലും ഈ പറഞ്ഞ രീതിയിൽ ബാധിച്ചു എന്നുള്ളത് അതനുസരിച്ച് നമ്മൾ അതിനൊരു സ്കോർ ചെയ്തിട്ട് അവിടെ PRA നടത്തി ഫീൽഡിൽ പോയിട്ടാണ് അത് എത്രത്തോളം അത് ICU കയറ്റണോ, അത് വലിച്ചു പോയോ, അതിന് വീണ്ടും നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ അത് ചെയ്യും. സോ ഇവിടെ നമ്മൾ ഒറ്റ കാര്യം ശ്രീ പെരലിഞ്ഞാലിനെ കുറിച്ച് പറഞ്ഞു. നമ്മളുടെയൊക്കെ ധാരണ ഈ ചാലുകൾ കണ്ടു കഴിയുമ്പോൾ ആഹാ എത്ര ചാലുകളാണ് തോടിലേക്ക് പോകുന്നത്, ഇത്രയും ജലം സുലഭമാണെന്ന് വിചാരിക്കും. ഒരു കാര്യമില്ല. അതിൽ നീല നിറത്തിലുള്ള ചാല് എത്രത്തോളം ഉണ്ട്?
നിങ്ങളൊന്ന് എണ്ണി നോക്കൂ, വളരെ വളരെ അപൂർവമാണ്. എല്ലാം ബ്രൗൺ നിറാണ്. ഡിസംബർ ആവുന്നതോടുകൂടി പറ്റുന്ന, അതിന് മുന്നേ പറ്റുന്ന ചാലുകളാണ്. കാരണം അത്രത്തോളം ആ കാച്ച്മെന്റ് ഏരിയയിൽ മാറ്റം വന്നു കഴിഞ്ഞു. ഇനി അങ്ങനെ വരുമ്പോൾ അതേപോലെ നമ്മൾ പറയുന്നു പാലക്കാട് മംഗലത്തിന്റെ കാച്ച്മെന്റിൽ മാത്രം കാണുന്ന കുളങ്ങളുടെ തലക്കുളങ്ങൾ ഉൾപ്പെടെ ഉള്ള ഇത് മുഴുവൻ ഓരോന്നിനും ഡയമെൻഷനും അവസ്ഥയിലുണ്ട് കേട്ടോ. അപ്പൊ അത് നോക്കൂ. ഫോറസ്റ്റ് ഏരിയ. ഇവിടെ കണ്ടോ ഈ പ്ലസ് ഇട്ടിരിക്കുന്നത് മുഴുവൻ ഉറവകളാണ്. ഈ ഉറവകളിൽ നിന്ന് ചാലുകളായി തോടുകളായി താഴേക്ക് വന്ന് വയലുകളിൽ കൂടെ പിന്നെ കുളമ്പ് പാടങ്ങൾ ഇവിടെ ഉണ്ട്. അതെല്ലാം പോയി ഈ മഞ്ഞ നിറത്തിന്റെ ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് ബ്രൗൺ കാണുന്നുണ്ട്. അതെന്താ? കൺവേർഷൻ ആണ്. 2012 മുതൽ 15 വരെ സർവേ ചെയ്ത് കണ്ടെത്തിയപ്പോൾ 40 to 60% ഈ വയലേലകള് ഫീഡേഴ്സ് എന്താ പറയാ ഒറ്റക്കണ്ടങ്ങളിൽ നിന്നും അതേപോലെ കുളമ്പ് പാടങ്ങളിൽ നിന്നും പറയുന്നത് അവിടുത്തെ ഉറവ ആരംഭിക്കുന്ന പോയിന്റാണ്. ആ കുളമ്പ് പാടം ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് പോയാൽ എന്താ, അവിടെ കൊണ്ടുപോയി റബ്ബർ വെച്ചാൽ എന്താ, ഒരു കുഴപ്പമില്ല, അവിടുന്ന് ഒരു തുള്ളി ജലം താഴേക്ക് വരില്ല. അപ്പൊ അത്തരത്തില് ഈ സ്ട്രെയിൻ പറഞ്ഞാൽ അപ്പൊ ഈ കളറില് ഇടയ്ക്ക് 2 രീതിയിലുള്ള ഫോറസ്റ്റ് ഉണ്ട്. നമ്മുടെ റിസർവ് വനമേഖല ഒരൊറ്റ നിരയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഇത് പോത്തുണ്ടി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത്, അതേസമയം വെസ്റ്റേൺ ഫോറസ്റ്റ് ഒറ്റപ്പെട്ട കുന്നുകളിൽ, സാർ നേരത്തെ പറഞ്ഞു നമുക്ക് പലതരം ഫോറസ്റ്റ് ഉണ്ടെന്നും ഇടനാടൻ കുന്നുകളില് റെസിഡ്യുവൽ ഹിൽസില് ഒരു കൊട്ട കമിഴ്ത്തി വെച്ചതുപോലെ നമ്മളുടെ അയ്യുകുടിച്ചി മല നെന്മാറ അയ്യൂർ പഞ്ചായത്തില് നിലകൊള്ളുമ്പോൾ അവിടെ നമുക്ക് മൊത്തം ഏരിയയുടെ ഒരു 10%, 1% വെസ്റ്റേൺ ഫോറസ്റ്റ് നിൽക്കുന്നത്. പക്ഷെ അവിടെ നിന്നാണ് വറ്റാത്ത ചാല് 2 67 ഉള്ളതിൽ ഉത്ഭവിക്കുന്നത്. അത് സംരക്ഷിക്കണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിക്കും. യെസ്. സോ അങ്ങനെ വരുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് 3 സ്ലൈഡോട് കൂടിയിട്ട്. 2018 നമ്മൾ ഈ പഠന വിധേയമാക്കിയ കാര്യങ്ങൾ നിയമസഭാ കമ്മിറ്റിക്ക് മുന്നേ അവതരിപ്പിച്ചിരുന്ന ആളാണ്. ലാൻഡ് സ്ലൈഡ് പ്രോൺ വാട്ടർഷെഡ്സ് എന്ന് പറഞ്ഞിട്ട് പോത്തുണ്ടി ഡാമിലേക്ക് നീരൊഴുക്ക് വരുന്ന, സാറിന് വളരെ നന്നായിട്ട് അറിയാം. സാർ അത് എന്ത് ടൈപ്പ് ഫോറസ്റ്റ് ആണെന്ന് ഞങ്ങൾക്ക് അറിയാം. പോത്തുണ്ടി ഡാമിന്റെ കാശ്മീരിൽ ആണ്. പക്ഷെ ഇപ്പൊ വന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഡ്രൈ ഡെസിഡേഷൻ പോലെയാണ് അതവിടെ നിൽക്കുന്നത്. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞു അടിസ്ഥാന പാറയുടെ സ്വഭാവം, റിലീഫ്, ഡ്രെയിനേജ് പാറ്റേൺ, സോയിലിന്റെ സ്വഭാവം വെച്ചിട്ട് ആ പാറയുടെ വിള്ളലിന്റെ ഇടയിൽ കൂടെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ആഴത്തിൽ നേരിട്ടുള്ള കൃഷികൾ മാത്രമാണ്. പക്ഷേ അതിനെ അനക്കരുത്, തുടരുത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ തന്നെയാണ് ഉരുളുപൊട്ടിയ ഒരു ഭാഗം. രണ്ടാമതായിട്ട് കണ്ടോ ഇതൊക്കെ ഉരുളുപൊട്ടി, 4 വാട്ടർഷെഡ് ഉരുളുപൊട്ടി. അതേപോലെ മനുഷ്യനുണ്ടാക്കിയ പ്രശ്നങ്ങൾ മൂലം പിന്നെ ഉരുളുപൊട്ടലും മണ്ണിടിച്ചലും, ഉരുൾപൊട്ടിയില്ല മണ്ണിടിച്ചതാണ് ആതനാട് മല. അത് വളരെ 300 മീറ്റർ മാത്രമേ ഉള്ളൂ. ചെറിയ കുന്ന് ഇങ്ങനെ നീണ്ടു കിടക്കുക 4 പഞ്ചായത്തിൽ കൂടെ. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് റിഡ്ജിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? കൃത്യം കൊണ്ട് തകർത്തു. ആ ഒരു വലിയ വീടും 2 ആളും അതിന്റെ അടിയിൽപ്പെട്ടു. ഞങ്ങൾ ശ്മശാന ഭൂമി പോലെ അവിടെ ചെന്ന് ഇങ്ങനെ നിന്നു. അവിടെ ഒരു കാരണവശാലും അവിടെ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട് മാത്രം. ഇത് ചില ഉദാഹരണങ്ങൾ. ഇനി ഫ്ലഡ്, ഇതേപോലെ തന്നെ വയൽ പരിവർത്തനം മൂലം, നീർച്ചാലുകളുടെ ശൃംഖല മുറിയുന്നത് മൂലം, എൻക്രോച്ച്മെന്റ് മൂലം ഒക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിൽ തന്നെയാണ്. നമ്മുടെ ഒരൊറ്റ എക്സാമ്പിൾ പറയാം. 20 കെട്ടിന് വീഴി കാന്തളം എന്ന് പറഞ്ഞ് ഒരു നീണ്ട സ്ട്രിപ്പാണ്. ഒരു തീരത്തിന്റെ അപ്പുറം വശം വണ്ടാഴി പഞ്ചായത്തിൽ ഒരു ക്വാറി വേസ്റ്റ് കൊണ്ടുപോയി ഇട്ടിട്ട് മല ഉണ്ടാക്കി. മനസ്സിലായില്ലേ? അപ്പം 2015 ഫ്ലഡിൽ എന്ത് സംഭവിച്ചു? ഈ വീഴിലിപ്പുഴയുടെ, പുഴ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു സ്ട്രിപ്പ്, ആ വീഴിലിപ്പുഴയുടെ ഇക്കരെ വീടുണ്ട്. അത് ഏത് പഞ്ചായത്തിലാ? അയലൂർ പഞ്ചായത്തിൽ. വണ്ടാഴി പഞ്ചായത്തിൽ ഏത് ബ്ലോക്കിലാ? അയലൂർ പഞ്ചായത്തിൽ ഏത് ബ്ലോക്കിലാ? അപ്പോ ഇപ്പറ വന്നപ്പോ വേസ്റ്റ് മുഴുവൻ പുഴയിലേക്ക് വന്നു. വെള്ളം വന്നത് എത്രയാ നമുക്കറിയാലോ.
അവൻ ദിശ മാറി ഒഴുകി ആ വീട് കംപ്ലീറ്റ് 3 വീട് തകർന്നടി. അപ്പം ഇതെല്ലാം നമ്മൾ സൂചിപ്പിക്കുന്നത് ഒരു നദീതടത്തിനുള്ളിൽ നീരൊഴുക്ക് പ്രദാനം ചെയ്യുന്ന കൈവഴികളായിട്ടുള്ള പോഷക നദികളുടെ പോഷകപ്പുഴകളുടെ പോഷക തോടുകളും ഇതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളും ഒക്കെ വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവിടെ ലാൻഡ് യൂസ് ലാൻഡ് കവർ ചേഞ്ചസ് ഇൻഫ്ലുവൻസിംഗ് ദ ഹൈഡ്രോളജി. നമുക്ക് മഴയെ നിയന്ത്രിക്കാൻ കഴിയില്ല. നമ്മൾ പറ്റാത്തൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാച്ചുറൽ ലാൻഡ്സ്കേപ്പ്, ജിയോമോർഫോളജി, റിലീഫ്, സ്ലോപ്പ് എല്ലാം നമ്മൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് യഥാർത്ഥത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതാണ് ലാൻഡ് യൂസ് ലാൻഡ് കവർ ഇംപ്രൂവ്മെന്റ് സ്യൂട്ടഡ് ടു ദ ടെറൈൻ. അത് മാത്രം ചെയ്തുകൊണ്ട് നേരത്തെ കാണിച്ച പ്രശ്നങ്ങൾക്ക് അറുതി വരുത്താൻ, അത് ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറസ്റ്റ് ആണെങ്കിലും ഫോറസ്റ്റിലെ സ്പീഷീസ് തിരഞ്ഞെടുക്കുന്നതാണെങ്കിലും ഫോറസ്റ്റിന്റെ മണ്ടയ്ക്ക് ഓരോത്തിന്റെ സ്വഭാവം അനുസരിച്ച് റൈപ്പറിംഗ് സ്പീഷീസ് അലോങ് ദി ബാങ്ക് അവിടെയുള്ള സ്പീഷീസ് ഐഡന്റിഫൈ ചെയ്യുന്നതിലാണെങ്കിലും ഇനി അമിത പമ്പിങ് ഒഴിവാക്കുന്നതിലാണെങ്കിലും ഇതെല്ലാം കൈയാളുന്നത് 3-4 ഡിപ്പാർട്ട്മെന്റാണ്. അതാണ് ഇതിലെല്ലാം ഏറ്റവും വിഷമം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ഗാർഡൻ ലാൻഡ് എന്ന് പറയുന്ന തുണ്ടുവൽക്കരിക്കപ്പെട്ട ഭൂമിയിൽ കൃഷിക്കാരുണ്ട്. വയലേലകളിൽ പാടശേഖരങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഈ നെറ്റ്വർക്ക് ഓഫ് ഡ്രെയിൻസ് ആൻഡ് സർഫസ് വാട്ടർ റിസോഴ്സസ് ഇതിനെ ആശ്രയിച്ചിട്ടുള്ള കർഷകരുണ്ട്. അവരുടെ എല്ലാം ഈ ഒരു ധാരണ തിരുത്തിക്കൊണ്ട് അതിനെ സംരക്ഷിക്കുവാനുള്ള സ്ട്രോങ് പോളിസി ഡിസിഷൻസ്, എൻഫോഴ്സ്മെന്റ് ആൻഡ് സ്യൂട്ടബിൾ സ്ട്രാറ്റജി സെറ്റ് ചെയ്തുകൊണ്ട് നിർണായകമായിട്ടുള്ള വൃഷ്ടിപ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുള്ളിൽ ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളുടെ സ്വഭാവം നിർണയിച്ചുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി താഴേക്ക് വരുമ്പം ഇൻസിറ്റ് മോയ്സ്ചർ കൺസർവേഷൻ ചെയ്യാം. ഗാർഡൻ ലാൻഡിൽ താഴെത്തട്ടിൽ വരുമ്പം വയലേലുകൾ മാത്രമുള്ള നീർത്തടങ്ങളിൽ വേറെ ഒന്നും ചെയ്യേണ്ട, ഒറ്റക്കണ്ടങ്ങളും വയലേലുകളും സംരക്ഷിച്ചുകൊണ്ട്, കുളങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അതിൻ്റെ തുടർച്ച നഷ്ടപ്പെടാതെ, ശൃംഖല മുറിയാതെ, വീണ്ടുമുള്ള അമിത പമ്പിങ് ആണെങ്കിലും ഡിസ്പാൻഡിങ്ങിലാണ് എൻക്രോച്ച്മെന്റ് ആണെങ്കിലും ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കുറച്ചു കാലം കൂടി ജലലഭ്യത കുറച്ചുകൂടി തെളിമയോടുകൂടി ഒഴുകാനുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് ശ്രമിക്കും. താങ്ക് യു.